Hi everyone, welcome back to my new video. My name is Lija John. അപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളുടെ 2024ൻ്റെ ലാസ്റ്റ് മന്ത്സിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ വരാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും വി ഓൾ ഹാഡ് സം സർട്ടൻ പ്ലാൻസ് ഫോർ ദിസ് ഇയർ. അപ്പം നമ്മളെല്ലാവരും പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു 2024 ജാനുവരി സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ്? ആൻഡ് നമ്മൾ പലവർക്കും അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചിലവർക്ക് ചിലതൊക്കെ ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്, ചിലവർക്ക് ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടിയത്. ഇപ്പം നമ്മുടെ മുന്നിൽ നോക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം ബാക്കിയുണ്ട്. അപ്പം നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് ഈ കഴിഞ്ഞു പോയ ആ ഒരു ഇത്രയും മാസങ്ങളെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനല്ല, ഇനി നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ, മുന്നിലുള്ള മാസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ട്, പക്ഷെ നമുക്ക് പുറമേ പല എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസും അതിനെ നമ്മളെ തടയുന്നുണ്ട്. അതിനെല്ലാം അവോയ്ഡ് ചെയ്ത് നമുക്കൊരു സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം. മറ്റുള്ള ആൾക്കാരുടെ മോട്ടിവേഷൻ നമ്മളെ ഡ്രൈവ് ചെയ്യാതെ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പല വീഡിയോസിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും, റൈറ്റിംഗ് ടെക്നിക്സും, വിഷ്വലൈസേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അഫർമേഷൻസ് അഫിം ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വലൈസേഷനും നല്ല കാര്യമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയുള്ള ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ കുറേ കൂടെ പ്രൊഡക്റ്റീവായിട്ട് നമ്മളുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഒരു ഇന്നർ ഫോഴ്സിനെ നമ്മളൊന്ന് ഗ്രോ ചെയ്തെടുക്കണം. നമ്മളുടെ ഒരു ഇന്നർ വൈബ്രേഷൻ നമുക്ക് കുറച്ച് കൂട്ടണം. നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ലെവൽ കുറച്ച് ഹൈ ആക്കി കൊണ്ടുവന്നാൽ നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമ്മളെ ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ പലരും എക്സ്റ്റേണൽ സോഴ്സസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായിരിക്കാം, പാരൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നായിരിക്കാം മോട്ടിവേഷനൊക്കെ സീക്ക് ചെയ്യാറുണ്ട്. ബട്ട് നമുക്ക് ഒരു ഹയർ ഫ്രീക്വൻസി നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. അതായത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു ഹെൽത്തിന്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവിന്, നമുക്ക് മറ്റുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കഴിവിന്, നമ്മൾക്ക് ക്ഷമയുള്ളതിന്, അതുപോലെ നമുക്ക് നല്ലൊരു ഫാമിലി, പാരൻസ്, സിബ്ലിങ്സ്, നല്ല ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ക്യാഷ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ബ്ലെസ്സിങ്ങിന്, അങ്ങനെ നമുക്ക് എന്താണോ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള, ഈവൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബുക്കിന് പോലും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കണം. ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ വന്നത് ഒരുപക്ഷെ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തന്നതായിരിക്കാം. സോ അത് എന്ത് കാര്യത്തിനും, ഞാൻ ഈ ഇരിക്കുന്ന ചെയറിന് പോലും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കണം. അതാണ് നമ്മളുടെ ഈ ഒരു ഫ്രീക്വൻസി ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. സോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ലൈഫ് ബുക്ക് ഉണ്ടെന്ന്. ഇതൊരു പഴയ ഡയറിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ലൈഫ് ബുക്ക് മാത്രമല്ല, എനിക്ക് കുറേ ലൈഫ് ബുക്സ് ഉണ്ട്. ഞാൻ അതെല്ലാം എഴുതി തീർന്നതാണ്. ഇപ്പോൾ കറൻ്റ് ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ നാളിന് മുന്നേ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ പിങ്ക് റൂമാണ്, ഞാനൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിങ്ക് റൂമിൽ വെക്കാൻ പറ്റിയ ഒരു പിങ്ക് കളറിലെ ഒരു ബുക്ക് ഞാൻ കണ്ടു. ഒരു ബാർബി തീംഡ് ബുക്കാണ്, ഒരു യൂഷ്വൽ ഡയറിയാണ്. അപ്പോൾ ഞാൻ അതിലാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇനിയും കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, ആ ബ്ലെസ്സിങ്സിനും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ളത്, എപ്പോഴാണോ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്, 1 സെക്കൻഡ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന അഫർമേഷൻസ് നിങ്ങൾക്ക് കേൾക്കാം.
നിങ്ങൾക്കത് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾക്കത് കേട്ടുകൊണ്ടിരിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, രാത്രി കിടക്കുമ്പോൾ കേൾക്കാം, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വർക്കിനിടയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്രോ ചെയ്ത് വരും. ഞാൻ നേരത്തെ ഇതേപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ, അതുപോലെ ജൂലൈ അഫർമേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒക്ടോബർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലക്കി മന്ത് ആവാൻ പോകുന്ന ഒരു മാസമാണ്. ഒക്ടോബറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പല കാര്യങ്ങളും നമ്മൾ വർക്ക് ആക്കാൻ പോവുകയാണ്. നമ്മൾ നിർത്തി വെച്ച പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പല ഡ്രീംസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന മാസമാണ്. സോ നമ്മുടെ ഹാർഡ് വർക്ക് ഒരു സൈഡിൽ കിടക്കും, മറ്റേ സൈഡിൽ നമ്മുടെ ഒരു ഇന്നർ ഫ്രീക്വൻസി നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു താങ്ക്സ് പറയുന്ന, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു ഓഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് പറയുന്നത് കേട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ പറയുക. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം ഇമാജിൻ ചെയ്യുക. ദെൻ നിങ്ങളത് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്കും എഴുതാം. അഫർമേഷൻസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഓഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ജീവിതത്തിനും എൻ്റെ ഓരോ ശ്വാസത്തിനും എൻ്റെ എല്ലാറ്റിനും ഞാൻ ദൈവത്തോടും ഈ മഹാപ്രപഞ്ച ശക്തിയോടും നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്ന ഓരോ അവസരങ്ങളെയും ഞാൻ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവയെ ഇഷ്ടപ്പെടുന്നു. അവ എന്നെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ അവസരങ്ങൾ എന്നെ തേടി വരുന്നതിന് ഞാൻ ദൈവത്തോടും ഈ മഹാപ്രപഞ്ച ശക്തിയോടും ആയിരം നന്ദി പറയുന്നു. പുതിയ ഒരുപാട് വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ കഴിയുന്നതിന് ദൈവത്തിനും ഈ പ്രപഞ്ചശക്തിക്കും ആയിരം നന്ദി. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ എന്നിലേക്ക് വന്നണയുന്നതിന് ആയിരം നന്ദി. ഞാൻ ആഗ്രഹിച്ചതൊക്കെ നേടുവാനുള്ള സമയവും സന്ദർഭവും നൽകി എന്നെ അനുഗ്രഹിക്കുന്നതിന് ഈ പ്രപഞ്ചശക്തിക്കും ദൈവത്തിനും നന്ദി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അത് പറ്റും. അതിനു വേണ്ടി ഒരു താങ്ക്ഫുൾ മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓഡിയോ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓഡിയോ രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഓൺ കൈൻഡിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അഫർമേഷൻസ് ഒക്കെ എഴുതാവുന്നതാണ്. നിങ്ങൾക്കത് എഴുതി ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. ബൈ.